എല്ലാ കൂട്ടുകാർക്കും ജാനീസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഈ ഒരു ചൂട് സമയത്ത് നോമ്പ് തുറക്കുമ്പോൾ കുടിക്കാൻ പറ്റിയ നല്ല കിടിലൻ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡ്രിങ്കാണ്. ഡ്രിങ്കായിട്ടോ ഡെസേർട്ടായിട്ടോ ഒക്കെ പാർട്ടികളിൽ ഇതിനെ സെർവ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇതൊരു ഗ്ലാസ് മതിയാകും വയറ് ഫില്ലാകാനായിട്ട്. ഇതിലേക്ക് കോൺഫ്ലോറോ കസ്റ്റാർഡ് പൗഡറോ ഒന്നും ചേർക്കുന്നില്ല. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ ഇതിന് വേണ്ടിയിട്ട് കസ്കസ് കുതിർത്തി വെക്കാം. ഒരു ബൗളിലേക്ക് 1 ടേബിൾ സ്പൂൺ കസ്കസും കൂടെ തന്നെ 1/2 കപ്പ് വെള്ളവും ചേർത്തിട്ട് ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം 10 മിനിറ്റ് കുതിരാൻ വേണ്ടി മാറ്റി വെക്കാം. ഇതിന് പകരമായിട്ട് ചിയ സീഡോ സബ്ജ സീഡോ എടുക്കാം. ഇനി ഇതാ മീഡിയം വലുപ്പത്തിലുള്ള 4 പൂവമ്പഴം എടുത്തിട്ടുണ്ട്. ഇതല്ലെങ്കിൽ റോബസ്റ്റ് പഴവും എടുക്കുക. പിന്നെ ഇതിലേക്ക് ഏറ്റവും ടേസ്റ്റ് ഇതുപോലത്തെ പൂവമ്പഴം വെച്ചിട്ട് ചെയ്യുമ്പോഴാണ്. തൊലി കളഞ്ഞതിന് ശേഷം ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നല്ലപോലെ തണുപ്പിച്ചെടുത്ത പാലും കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ നല്ലപോലെ കട്ടയാക്കി എടുത്തിട്ടുള്ള പാലും ചേർക്കുക. അപ്പോൾ നല്ലപോലെ തിക്കായിട്ടുണ്ടാവും. ഇതിന് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. കട്ടകളൊന്നുമില്ലാതെ വേണം അടിച്ചെടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് ബാക്കിയുള്ള പാലും കൂടി ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ മൊത്തത്തിൽ 2.25 കപ്പ് പാലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇത് നന്നായിട്ട് അടിച്ചെടുത്തതിന് ശേഷം നമുക്കൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിലേക്ക് ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കുക. ആദ്യം 1/2 കപ്പ് അളവിൽ ആപ്പിൾ ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. പിന്നെ ആപ്പിൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ ഒത്തിരി നേരത്തെ കട്ട് ചെയ്ത് വെക്കണ്ട. അപ്പോൾ കളറ് മാറിയിട്ട് വരും. ഇതിലേക്ക് ചേർക്കാൻ നേരത്ത് മാത്രം കട്ടാക്കി എടുത്താൽ മതി. കൂടെ തന്നെ നമുക്ക് 1/2 കപ്പ് അളവിൽ മുന്തിരി ചേർത്ത് കൊടുക്കുക. നമ്മളിതിലേക്ക് ചേർക്കാനായിട്ട് എടുക്കുമ്പോൾ നല്ല മധുരമുള്ള മുന്തിരി വേണം എടുക്കാനായിട്ട്. എന്നാലേ കുടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ. പിന്നെ ഒരു ചെറിയ നേന്ത്രപ്പഴത്തിൻ്റെ പകുതി കട്ട് ചെയ്തതും ഒരു പൂവമ്പഴം ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ നമുക്ക് കുറച്ച് ഈന്തപ്പഴം ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി കുറച്ച് കറുത്ത മുന്തിരിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് നട്ട്സ് ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ബദാമും പിസ്തയും കാഷ്യൂ നട്ടാണ് എടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കുക. നിങ്ങൾ പഞ്ചസാരയാണ് ചേർക്കുന്നതെങ്കിൽ പഴം അടിച്ചെടുക്കുന്ന സമയത്ത് പഞ്ചസാര ചേർത്ത് അടിച്ചെടുത്താൽ മതി. ഇനി നമ്മൾ നേരത്തെ കുതിർത്തി വെച്ചിരിക്കുന്ന കസ്കസും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. പിന്നെ നമുക്ക് 1/2 കപ്പ് അളവിൽ അനാർ കൂടി ചേർത്ത് കൊടുക്കുക. ഇത് ആദ്യം ചേർക്കാൻ വിട്ടുപോയതാണ്. ഇതെല്ലാവരും മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അടിപൊളിയാണ് ഇത് കഴിക്കാനായിട്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഐസ്ക്രീം ചേർത്ത് കൊടുക്കുക. ഐസ്ക്രീം ഇല്ലാതെ തന്നെ നല്ല ടേസ്റ്റാണ്. ഡെസേർട്ടായിട്ടോ ഡ്രിങ്കായിട്ടോ ഒക്കെ നമുക്കിത് കഴിക്കാവുന്നതാണ്. നിങ്ങളൊരു പ്രാവശ്യമെങ്കിലും ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടമാകും. ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ കമൻ്റ് അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ആദ്യമായിട്ട് വന്ന് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. വീണ്ടും നല്ലൊരു അടിപൊളി റെസിപ്പിയായിട്ട് കാണാം. ഓക്കെ, താങ്ക് യു.